Champions. Inter-School Karate Championship. ഇനി വെറും 10 ദിവസം. ആരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യൻ? ലാസ്റ്റ് ഇയർ ചാമ്പ്യൻ ക്രിസ്റ്റഫർ ആയിരുന്നു. ഇത്തവണയും അവൻ തന്നെ ആവും. ക്രിസ്റ്റഫർ, അവനെ ഈ തവണ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല. അപ്പോ ആരാകും ചാമ്പ്യൻ? ഈ റോമക്സ് അല്ലാതെ വേറെ ആരും ചാമ്പ്യൻ ആകില്ല. സോറി റോമക്സ്, ആ മോഹം നടക്കില്ല. കാരണം ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് കപ്പ് എനിക്ക് തന്നെ ലഭിക്കും. നമുക്ക് കാണാം പ്രിൻസ്. ആ കപ്പ് നീ സ്വപ്നം പോലും കാണണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ? ആരെങ്കിലും കപ്പ് ജയിച്ചോ? പക്ഷെ ഇപ്പൊ എനിക്ക് വിശക്കുന്നു. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ലഞ്ച് ബ്രേക്ക് ഇപ്പൊ കഴിയും. നിങ്ങൾ വരുന്നുണ്ടോ? അത് ശരിയാ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ വിശന്ന് ചാവും. വാ കഴിക്കാം. രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളിൽ ഒരാൾ തന്നെ ആ കപ്പ് ജയിക്കണം. അതെന്തേ ആദം? ആ കപ്പ് കണ്ടിട്ടുണ്ടോ? നല്ല വലിയ കപ്പാ. അതിൽ നിറയെ ഐസ്ക്രീം കഴിക്കാൻ എന്തു രസമായിരിക്കും അല്ലേ? ശരി കൂട്ടുകാരെ, ഞാൻ ഇന്ന് മുതൽ ഫുൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാ. നോക്കിക്കോ, ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് കപ്പ് എനിക്ക് തന്നെ ലഭിക്കും. ഞാനും പ്രാക്ടീസ് തുടങ്ങാൻ പോവാ പ്രിൻസ്. പക്ഷേ കപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ആര് കപ്പെടുത്താലും അതിൽ ഐസ്ക്രീം എനിക്ക് തന്നെ വേണം. അത് കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. എന്നാ പിന്നെ എനിക്കിതിലൊരു താല്പര്യവും ഇല്ല. എന്താ റോമക്സ് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ദോശ നല്ലൊരു ദോശ വേണോ? ദോശ തിന്നാൻ ആശയുണ്ടോ? ദോശ തിന്നാൻ ആശയുണ്ടോ? ആദം, നിനക്ക് ശരിക്കും ചാമ്പ്യൻഷിപ്പ് കപ്പില് ഐസ്ക്രീം കഴിക്കണോ?
പൊന്നും കുരിശു മുത്തപ്പ, എന്തു ചോദ്യമാ റോമെക്സ്. ആ വലിയ കപ്പു നിറയെ ഐസ്ക്രീം. ഹായ്, ഓർക്കുമ്പോൾ നാവിൽ കപ്പലോടുക. നോക്കൂ ആദം, ചാമ്പ്യൻഷിപ്പ് ഞാൻ ജയിച്ചാൽ ആ കപ്പ് എനിക്ക് കിട്ടും. അപ്പോ നിനക്ക് അതിൽ നിറയെ ഐസ്ക്രീം ഞാൻ മേടിച്ചു തരാം. നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം റോമെക്സ്. എനിക്ക് കപ്പ് നിറയെ ഐസ്ക്രീം കിട്ടിയാൽ മതി. ശരി ആദം, സമയമാകുമ്പോ ഞാൻ പറയാം. നീ അതുപോലെ ചെയ്യണം. കൊള്ളാമല്ലോ പ്രിൻസ്, നീ നന്നായി പഠിച്ചല്ലോ. ഗ്രാൻഡ്പാ, ഞാൻ ബ്രൗൺ ബെൽറ്റ് അല്ലേ? പിന്നെ കോമ്പറ്റീഷൻ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. വെരി ഗുഡ് പ്രിൻസ്. പക്ഷേ സൂക്ഷിക്കണം, അറിയാത്ത സ്റ്റെപ്പുകൾ ചെയ്യരുത്, അത് ആപത്താണ്. കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും മുതിർന്നവർ കൂടെ ഇല്ലാതെ ഇങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യരുത്, അത് ആപത്താണ്. സമ്മതിച്ചോ? വെരി ഗുഡ്. നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഓരോ സ്റ്റെപ്പും ചെയ്യാവൂ. അപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങട്ടെ ഗ്രാൻഡ്പാ? വൗ, ഈ ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. എനിക്ക് കപ്പ് നിറയെ ബട്ടർ സ്കോച്ച് മതി കേട്ടോ റോമെക്സ്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഒരു സെക്കൻഡ് ശ്രദ്ധ തെറ്റിയാൽ ഈ ഐസ്ക്രീം അതിന്റെ വഴിക്ക് പോകും. ഒരനുസരണയും ഇല്ലല്ലോ ഈ ഐസ്ക്രീമിന്. ഇപ്പൊ ശരിയാക്കി തരാം. ആദം, ആ ക്രിസ്റ്റഫർ എനിക്കൊരു പ്രശ്നമില്ല. അവന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിൻസിന്റെ സ്റ്റെപ്സ് ഒന്നും അറിയില്ല. അതു ശരിയാ, പ്രിൻസ് ബ്രൗൺ ബെൽറ്റാ, അതു മറക്കരുത്. ഞാനും ബ്രൗൺ ബെൽറ്റ് തന്നെ. എന്നാലും ഫൈനൽ അവൻ ജയിക്കുമോ എന്നൊരു പേടി. എന്റെ പൊന്നു റോമെക്സ്, അങ്ങനെ പറയല്ലേ. കപ്പിൽ നിറയെ ഐസ്ക്രീം തിന്നുന്നത് സ്വപ്നം മാത്രമായി പോവോ? ഒരിക്കലും ഇല്ല. കപ്പ് എനിക്ക് കിട്ടും, നമ്മൾ ജയിക്കും. എങ്ങനെയാ റോമെക്സ്? എന്റെ പൊന്നും കുരിശു മുത്തപ്പ, കൊള്ളാം. ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ പോകാം. ഒന്നുമില്ല പ്രിൻസ്, വെറുതെ ഇരുന്നപ്പോ നിന്റെ പ്രാക്ടീസ് കാണാമെന്ന് വിചാരിച്ചു. നീ പ്രാക്ടീസ് ചെയ്തോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. കാണാൻ വേണ്ടിയാ. നല്ല സ്റ്റൈൽ പ്രിൻസ്. താങ്ക് യു ആദം.
ഓക്കെ പ്രിൻസ്, ഞാൻ പോകട്ടെ, നല്ല വിശപ്പ്. നിന്റെ ഒരു കാര്യം. ഓക്കെ ആദം, ബൈ ബൈ. വെരി ഗുഡ് ആദം. റോമെക്സ്, നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോ ഇതൊക്കെയാണ് പ്രിൻസിന്റെ സ്റ്റെപ്പ്. അവന്റെ വീക്ക് പോയിന്റും പിടികിട്ടി. ഇത് മതി ആദം, ഇനി നോക്കിക്കോ, ഞാൻ തന്നെ ജയിക്കും. ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻ കപ്പ് എനിക്ക് തന്നെ. എനിക്ക് കപ്പ് നിറയെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും. അടുത്തത് ക്രിസ്റ്റഫറും നീയും തമ്മിലുള്ള ഫൈറ്റാണ്. അടുത്ത സെമി ഫൈനൽ ഫൈറ്റ് നടക്കാൻ പോകുന്നത് പ്രിൻസും ക്രിസ്റ്റഫറും തമ്മിലാണ്. സെമി ഫൈനൽ ഫസ്റ്റ് ലാപ്പിൽ പ്രിൻസ് ജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് റോമെക്സും ആൻഡോയും തമ്മിലുള്ള സെമി ഫൈനൽ സെക്കൻഡ് ലാപ്പ് മത്സരമാണ്. സെമി ഫൈനലിൽ ജയിച്ചിരിക്കുന്നു. അടുത്തത് ലാസ്റ്റ് ഇവന്റ് ആണ്. ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൗണ്ട് റോമെക്സും പ്രിൻസും തമ്മിലാണ്. ഡിയർ സ്റ്റുഡൻസ്, ഫൈനൽ റൗണ്ട് ലഞ്ച് ബ്രേക്കിന് ശേഷം ആരംഭിക്കുന്നതാണ്. റോമെക്സും പ്രിൻസും തമ്മിലാണ് ഫൈനൽ റൗണ്ട്. വിജയിക്കുന്നവർക്ക് കോമ്പറ്റീഷൻ കപ്പ് സമ്മാനമായി നൽകുന്നതാണ്. എനിക്ക് കപ്പ് നിറയെ ഐസ്ക്രീം. കപ്പ് നിറയെ ഐസ്ക്രീമോ? എവിടുന്നാ? അതൊക്കെ ഉണ്ട് സ്റ്റെഫി മോളെ. ഗ്രാൻഡ്പാ, നമ്മുടെ ടിഫിൻ വന്നു. വരൂ കൂട്ടുകാരെ. എങ്ങനെ പോകുന്നു കോമ്പറ്റീഷൻ? ഫൈറ്റ് അടിപൊളി. സെമി ഫൈനലിൽ പ്രിൻസ് ക്രിസ്റ്റഫറിനെ മലർത്തി അടിച്ചു. റോമെക്സ് ആണേൽ ആൻഡോയുടെ മൂക്കും തകർത്തു. നമ്മൾ ഏത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരായ മാർഗത്തിലൂടെ മാത്രമേ വിജയത്തിനായി ശ്രമിക്കാവൂ. എങ്കിലേ നമ്മുടെ വിജയം ശാശ്വതമാകൂ. ചുരുക്കി പറഞ്ഞ ഡേവിഡിന്റെ വിജയം പോലെ. അങ്ങനെയായാൽ ദൈവം ഡേവിഡിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കും. ഡേവിഡിനെ അനുഗ്രഹിച്ച പോലെ? ആ കഥ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഗ്രാൻഡ്പാ. അതെ ഗ്രാൻഡ്പാ, ഒന്ന് പറയാമോ ആ കഥ?
പറയൂ ഗ്രാൻഡ്പാ. കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കേണ്ടേ ആ കഥ? ഡേവിഡ് ആയിരുന്നു സൗൾ രാജാവിന്റെ പടത്തലവൻ. ഡേവിഡിനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. ജനങ്ങൾ അവനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. അവൻ രാജാവിന്റെ മകനായ ജോനാഥന്റെയും നല്ല കൂട്ടുകാരനായിരുന്നു. എന്നാൽ രാജാവിനിതിൽ വലിയ തൃപ്തിയുണ്ടായിരുന്നില്ല. ഡേവിഡിനോട് ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും കണ്ട് രാജാവിന് അസൂയ തോന്നിത്തുടങ്ങി. ജനങ്ങൾ ഡേവിഡിനെ അടുത്ത രാജാവാക്കാൻ മുതിരുമോ എന്ന് പോലും രാജാവ് ഭയന്നു. ഒരു ദിവസം രാജാവ് ഡേവിഡിനെ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ കൊല്ലാൻ മുതിർന്നു. ഉന്നം തെറ്റിയതുകൊണ്ട് ഡേവിഡ് രക്ഷപ്പെട്ടു. രാജാവിന്റെ മനംമാറ്റം ഡേവിഡിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഡേവിഡ് ഒളിവിൽ താമസിക്കാൻ തുടങ്ങി. എങ്കിലും രാജാവും സൈന്യവും ഡേവിഡിനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ഒടുവിൽ ഡേവിഡ് ഒളിച്ചു താമസിക്കുന്ന ഗുഹയുടെ കവാടത്തിലെത്തി. അപ്പോഴേക്കും ഏറെ രാത്രിയായിരുന്നു. അവർ നേരം പുലരാൻ വേണ്ടി ഗുഹയുടെ കവാടത്തിനു മുന്നിൽ കാത്തിരുന്നു. ഡേവിഡ് തന്നെ വധിക്കുവാനായി കാത്തിരിക്കുന്ന രാജാവിനെയും സൈന്യത്തെയും ഗുഹയുടെ മുൻപിൽ കണ്ടു. അവരെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയം ഡേവിഡിന് വേണമെങ്കിൽ അവരെ എളുപ്പത്തിൽ വധിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ദൈവഹിതമല്ലെന്നും അതൊരു പാപമായി തീരുമെന്നും ഡേവിഡിന് നന്നായി അറിയാമായിരുന്നു. ഡേവിഡ് മെല്ലെ രാജാവിന്റെ അരികത്ത് ചെന്ന് തലപ്പാവിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തു. നേരം പുലർന്നപ്പോൾ ഡേവിഡ് രാജാവിന്റെ അടുത്ത് ചെന്ന് തലപ്പാവിൽ നിന്നും മുറിച്ചെടുത്ത ആ കഷ്ണം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അവൻ രാജാവിനോടായി പറഞ്ഞു, തലേന്ന് രാത്രിയിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങയെ വധിക്കാമായിരുന്നു. പക്ഷേ ഞാൻ എന്നും സത്യത്തിന്റെ കൂടെയാണ്. അങ്ങ് എന്തിനാണ് എന്നെ വധിക്കാൻ ശ്രമിക്കുന്നത്? രാജാവിന് തന്റെ തെറ്റുകൾ മനസ്സിലായി. ഡേവിഡിനെ പൂർവാധികം സ്നേഹിക്കാൻ തുടങ്ങി. കാലക്രമേണ രാജാവിന്റെ മക്കളെല്ലാം യുദ്ധങ്ങളിൽ മരിക്കുകയും ഡേവിഡിനെ തന്നെ രാജാവായി വാഴിക്കുകയും ചെയ്തു. നാം എപ്പോഴും നേരായ വഴിയെ ഏതൊരു കാര്യവും ചെയ്യുക. അതിൽ മാത്രമേ വിജയം ശാശ്വതമായി ഉണ്ടാകൂ. ഡേവിഡിന് വേണമെങ്കിൽ ഉറക്കത്തിലായിരുന്ന രാജാവിനെ വധിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഡേവിഡ് അത് ചെയ്തില്ല. കാരണം ശത്രുവായാൽ പോലും അവരോട് യുദ്ധം ചെയ്യുന്നത് നീതിപൂർവമായിരിക്കണം. ഫൈനൽ റൗണ്ടിന് വേണ്ടി റോമെക്സും പ്രിൻസും ഉടനെ എത്തിച്ചേരുക. ഗ്രാൻഡ്പാ, ഞാനൊരു തെറ്റ് ചെയ്തു. അത് ഞാൻ കണ്ടു. അന്ന് വീട്ടിൽ ആദം വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇനി നന്മയുടെയോ തിന്മയുടെയോ വഴി തിരഞ്ഞെടുക്കേണ്ടത് റോമക്സ് ആണ്. നമുക്ക് നോക്കാം. Come on, Prince. Come on, Romex. എക്സ്ക്യൂസ് മീ സാർ. സാർ, ഇനി ഞാൻ പ്രിൻസിനോട് ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ല. അവന്റെ വീക്ക് പോയിന്റ്സും മൂവ്സും ഞാൻ നേരത്തെ തന്നെ ചതിയിലൂടെ മനസ്സിലാക്കിയിരുന്നു.
സർ, പ്രിൻസ് തന്നെയാണ് ചാമ്പ്യൻ. റോമാക്സ്, നീ നന്മയുള്ളവനാ. റോമാക്സ്, നീ തന്നെയാണ് ഡേവിഡ്. കൂട്ടുകാരെ, ഇനി നിങ്ങൾ പറയൂ, റോമാക്സ് ചെയ്തത് തന്നെയല്ലേ ശരി?